ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒച്ച്, തേരട്ട, പഴുതാര, ചൊറിയൻപുഴു എന്നീ ജീവികളൊക്കെ മഴക്കാലമാകുമ്പോഴേക്കും നമ്മുടെ വീടിനകത്തേക്ക് കയറി വരും. ഇവയുടെ ശല്യം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനുള്ള കുറച്ച് കിടിലൻ ടിപ്സാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. ഇതിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് രാസവസ്തുക്കൾ ധാരാളം അടങ്ങിയ മരുന്നുകൾ വിപണിയിൽ വാങ്ങിക്കാൻ കിട്ടും. അത്തരം മരുന്നുകൾ ആ ജീവികളെ നശിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്കും ദോഷകരം തന്നെയാണ്. മാത്രമല്ല, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ, അതായത് ബാലൻസ് ഓഫ് നേച്ചർ നിലനിർത്താൻ വേണ്ടി ഇത്തരം ജീവികളും നമ്മുടെ ചുറ്റുപാടുകളിൽ ആവശ്യമാണ്. പ്രകൃതിയുടെ സ്കാവഞ്ചേഴ്സ് എന്ന കാറ്റഗറിയിൽ പെടുന്ന ജീവികളാണ് ഒച്ച്, തേരട്ട, പഴുതാര തുടങ്ങിയവയൊക്കെ. ഇവയെ പൂർണ്ണമായും നശിപ്പിക്കാതെ ഇവയുടെ ശല്യം നമുക്കുണ്ടാകാതെ നോക്കുക എന്നതാണ് വേണ്ടത്. നമ്മുടെ വീടിനകത്തേക്ക് കയറി വരുന്ന ഇത്തരം ജീവികളെ നശിപ്പിക്കാനായിട്ട് നമുക്കൊരു സ്പ്രേ ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. സ്പ്രേ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് 2 സ്പൂൺ സോപ്പ് പൊടി 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കി അരിച്ചെടുത്താലും മതിയാകും. ഞാനിവിടെ ഒരു ബൗൾ നിറയെ ലിക്വിഡ് ഡിറ്റർജൻ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സ്പ്രേ ഉണ്ടാക്കാൻ ആവശ്യമായ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് വിനാഗിരി. ലിക്വിഡ് ഡിറ്റർജൻ്റ് എടുത്ത അതേ ബൗളിന് തന്നെ ഒരു ബൗൾ വിനാഗിരിയും നമുക്ക് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലിക്വിഡ് ഡിറ്റർജൻറ്റും വിനാഗിരിയും ഒരേ അളവിന് വേണം എടുക്കാൻ. പിന്നെ ഇതുണ്ടാക്കാനായിട്ട് സോപ്പ് പൊടിയേക്കാളും നല്ലത് ലിക്വിഡ് ഡിറ്റർജൻറ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 പാത്രം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്ത ലിക്വിഡ് ഡിറ്റർജൻറ്റിൻ്റെയും വിനാഗിരിയുടെയും വെള്ളത്തിൻ്റെയും ഒക്കെ അളവ് കൃത്യമായിരിക്കണം. എങ്കിൽ മാത്രമേ ഉദ്ദേശിച്ച ഫലം കിട്ടുകയുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒച്ച്, ഉറുമ്പ്, ചിതല് ഇവയെ നശിപ്പിക്കാനുള്ള നമ്മുടെ കിടിലൻ സ്പ്രേ ഇവിടെ റെഡി ആയിട്ടോ. മഴക്കാലത്ത് നമ്മുടെ വീടിൻ്റെ ചുവരുകളിൽ കാണപ്പെടുന്ന ഉറുമ്പ്, ചൊറിയൻപുഴു എന്നിവയെ നശിപ്പിക്കാനായിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്താൽ മാത്രം മതി. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ ഇവയുടെ ശല്യം തീർന്നു കിട്ടും. ഒച്ച്, ചിതല് എന്നിവയെ നശിപ്പിക്കാനും നല്ലൊരു മരുന്നാണ് കേട്ടോ ഇത്. നമ്മൾ നടക്കുന്നിടത്ത്, അതായത് സിമെന്റ് ഇട്ടതോ ടൈലിട്ടതോ ആയ സ്ഥലങ്ങളിൽ ഈ സ്പ്രേ വീഴാതെ ശ്രദ്ധിക്കണം. കാരണം ഇതിൽ സോപ്പിന്റെ അംശം ഉള്ളത് കൊണ്ട് തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. ഉറുമ്പ്, ചിതല്, ഒച്ച്, ചൊറിയൻപുഴു ഇവയെ നശിപ്പിക്കാനുള്ള ഈ കിടിലൻ ടിപ്പ് ഇഷ്ടമായി കാണുമല്ലോ. ഇവയെപ്പോലെ തന്നെ നമുക്ക് ശല്യക്കാരായ മറ്റു ചില ജീവികളാണ് അട്ട, തേരട്ട, പഴുതാര എന്നിവയൊക്കെ. ഈ തേരട്ടയെ ചില സ്ഥലങ്ങളിൽ ചേരട്ട എന്നാണ് പറയുന്നത്. മണ്ണിലും ചെട്ടിച്ചട്ടിയിലും ഒക്കെ കാണപ്പെടുന്ന ഇവയെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഉണ്ടാകാറില്ല. എന്നാൽ ഇവയൊക്കെ വീടിനകത്തേക്ക് കയറി വന്ന് ശല്യക്കാരാവുമ്പോഴാണ് നമ്മൾ ഇതിനെയൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ വിനാഗിരി, സോപ്പ്, ലായനി കൊണ്ടൊന്നും ഇവയെ നശിപ്പിക്കാൻ സാധിക്കില്ല. അട്ട, തേരട്ട, പഴുതാര ഇവയെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് മറ്റൊരു സ്പ്രേ ഉണ്ടാക്കാം. ഇതുണ്ടാക്കാനായിട്ട് ആവശ്യമായ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് മണ്ണെണ്ണ. ഒരു തുള്ളി മണ്ണെണ്ണ ഇവയുടെ ദേഹത്തേക്ക് ഒഴിച്ചാൽ അപ്പം തന്നെ ഇവ പിടഞ്ഞു വീണ് ചത്തോളും. മണ്ണെണ്ണ അവൈലബിൾ ആയിട്ടുള്ളവർ ഈ ടിപ്പൊന്ന് ചെയ്തു നോക്കണേ. ഇവയെ നശിപ്പിക്കാനുള്ള സ്പ്രേ ഉണ്ടാക്കാനായിട്ട് 1-2 സ്പൂൺ മണ്ണെണ്ണ മാത്രം മതിയാകും. ഇതുണ്ടാക്കാനായിട്ട് ഒരു സ്പ്രേ ബോട്ടിലിലേക്ക് 2 സ്പൂൺ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ലിക്വിഡ് ഡിറ്റർജൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ കുപ്പി നന്നായിട്ടൊന്ന് കുലുക്കി മിക്സാക്കി എടുക്കാം. മണ്ണെണ്ണയും സോപ്പ് പൊടിയും നന്നായിട്ട് മിക്സായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകാതെ ശ്രദ്ധിക്കണേ. അട്ട, തേരട്ട, പഴുതാര എന്നിവയെ നശിപ്പിക്കാനുള്ള നമ്മുടെ സ്പ്രേ ഇവിടെ റെഡി ആയിട്ടോ. ഇത് നമ്മുടെ വീടിന് ചുറ്റും തളിച്ചു കൊടുക്കാം. തേരട്ട, പഴുതാര എന്നിവയെ മാത്രമല്ല, കൊതുകിനെ നശിപ്പിക്കാനും നല്ലൊരു സ്പ്രേ ആണ് കേട്ടോ ഇത്. കൊതുകിൻ്റെ മുട്ട, ലാർവ എന്നിവയെ നശിപ്പിക്കാനായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ ജീവികളെ നശിപ്പിക്കാനായിട്ടുള്ള മറ്റൊരു അടിപൊളി മാർഗമാണ് ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡർ ഇതുപോലെ നമുക്ക് വീടിന് ചുറ്റും വിതറി കൊടുക്കാം. ബ്ലീച്ചിങ് പൗഡറിൻ്റെ ആ കുത്തുന്ന സ്മെല്ല്
ഇവയെ നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് പോലും അടുപ്പിക്കാതെ അകറ്റി നിർത്തും. മാത്രമല്ല, ബ്ലീച്ചിങ് പൗഡറിൽ മുട്ടുമ്പോൾ ഇവയുടെ ദേഹത്തിന് പൊള്ളലേൽക്കും. അതുകൊണ്ട് ഇവയൊന്നും നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് പോലും വരില്ല. തേരട്ട, പഴുതാര, കൊതുക് എന്നിവയുടെ മുട്ട, ലാർവ ഇവയൊക്കെ നശിപ്പിക്കാനും ബ്ലീച്ചിങ് പൗഡർ ഇങ്ങനെ വീടിനു ചുറ്റും വിതറി കൊടുക്കുന്നത് വളരെ ഫലപ്രദമാണ്. ബ്ലീച്ചിങ് പൗഡർ നമ്മുടെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങാൻ കിട്ടും. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്ക് ബ്ലീച്ചിങ് പൗഡർ വിതറി കൊടുക്കുന്നത് കൊതുകിന്റെ ലാർവകളെ നശിപ്പിക്കാൻ സഹായിക്കും. നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറി ചെടികൾ നശിപ്പിക്കുന്ന ഒരു വില്ലനാണ് ഒച്ച്. ഉപ്പ് കലക്കിയ വെള്ളം തളിച്ചോ ഉപ്പ് പൊടിയിട്ടോ നമുക്ക് ഒച്ചിനെ നശിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ചെടികളുടെ ചുവട്ടിൽ ഇങ്ങനെ ഉപ്പിട്ടാൽ ചെടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചെടിച്ചട്ടിയിലെ ഒച്ചിനെ നശിപ്പിക്കാനായിട്ട് 2 മാർഗങ്ങളുണ്ട്. ചെടിച്ചട്ടിയിലെ ഒച്ചിനെ നശിപ്പിക്കാനായിട്ട് നമുക്ക് വിറകടുപ്പിലെ ചാരം ഉപയോഗിക്കാം. ചാരം ഇതുപോലെ ചട്ടിയുടെ സൈഡ് ചേർത്ത് ഇട്ടുകൊടുത്താൽ മതി. ചാരത്തിന്റെ പുളിപ്പ് കാരണം ഒച്ചുകൾ ആ ചട്ടിയിലേക്ക് കയറില്ല. അടുക്കളത്തോട്ടത്തിലെ ഒച്ചിനെ നശിപ്പിക്കാനുള്ള മറ്റൊരു മാർഗമാണ് മുട്ടത്തോട്. മുട്ടത്തോട് കഴുകി ഉണക്കി മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കണം. ഇത് ഓരോ പിടി വീതം ചെടിച്ചട്ടിക്കുള്ളിലും ഗ്രോ ബാഗിനുള്ളിലും വിതറി കൊടുക്കാം. ഈ മുട്ടത്തോടിന്റെ പൊടികൾ ഒച്ചിന്റെ ദേഹത്തേക്ക് കുത്തിക്കയറും. അങ്ങനെ അവ നശിക്കും. മാത്രമല്ല, കാൽസ്യം സമ്പുഷ്ടമായ മുട്ടത്തോട് പൊടിച്ചത് ചെടികളുടെ ചുവട്ടിൽ ഇട്ടുകൊടുക്കുന്നത് ചെടികൾ തഴച്ചു വളരാൻ സഹായിക്കും. നമ്മുടെ പ്രകൃതിയിലെ വിഘാടകരായ ഇത്തരം ജീവികളെ അടിപടലെ നശിപ്പിക്കാനുള്ള അവകാശം നമുക്കില്ല. അവരും ഭൂമിയുടെ അവകാശികളാണ്. നമ്മുടെ ചുറ്റുമുള്ള ജൈവ മാലിന്യങ്ങളെ ചെറിയ ചെറിയ കണികകളാക്കി മണ്ണിലേക്ക് അലിയിച്ചിറക്കാൻ പാകത്തിന് വിഘടിപ്പിക്കുന്നത് ഇത്തരം ജീവികളാണ്. ഇവയൊക്കെ നമ്മുടെ ബാലൻസ് ഓഫ് നേച്ചറിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകങ്ങളാണ്. ഇവയൊക്കെ നമ്മുടെ വീടിനകത്തേക്ക് കയറാതെ നമുക്ക് ശല്യമാവാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് ഇത്തരം സ്പ്രേകളും ബ്ലീച്ചിങ് പൗഡറും ഒക്കെ നമ്മുടെ വീടിനോട് ചേർന്ന് മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ. ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്